ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ അറിഞ്ഞ മറ്റൊരു സത്യം മോളോട് പറയാം. നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛൻ ഒരാളാണ്. നിനക്കല്ലാതെ വേറെ ആർക്കും നവീനൊപ്പം ജീവിക്കാനുള്ള യോഗ്യതയില്ല. നവീന്റെ ജീവിതത്തിലേക്ക് നിന്നെ തിരിച്ചു വിളിക്കാനാ ഞാനിപ്പോ വന്നത്. വേണ്ട മുത്തശ്ശി, ആരും ഒന്നും അറിയാതെ എല്ലാം അവസാനിച്ചു പോട്ടെന്നാ ഞാൻ കരുതിയത്. അമ്മയുടെ ഓപ്പറേഷന് എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. അമ്മയുടെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടണമായിരുന്നു. അപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് എന്റെ മുന്നിൽ വന്നു നിന്നതും അതൊക്കെ നടത്തി തന്നതും സിത്താരമ്മേടോ. ഞാൻ കാരണം കളരിക്കൽ കുടുംബത്തിലുള്ളവർക്കുണ്ടായ വിഷമത്തിന് എനിക്ക് മാപ്പ് തരണം. എല്ലാം എന്റെ നിവൃത്തികേടുകൾ കൊണ്ട് സംഭവിച്ചു പോയതാ. അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കളരിക്കിലേക്ക് വന്ന വെറും ഒരു വേഷം കെട്ടുകാരി അല്ല നീ. ജന്മം തന്നവളുടെ ജീവന് വേണ്ടി ത്യാഗം ചെയ്ത പെൺകുട്ടിയാ. ആ അർത്ഥത്തിലേ എനിക്കത് കാണാൻ പറ്റൂ. എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഈ മനസ്സുള്ള നിന്നെയാ കളരിക്കൽ കുടുംബത്തിന് വേണ്ടത്, എന്റെ നവീന് വേണ്ടത്. അയ്യോ അരുത് മുത്തശ്ശി, നന്ദികേട് കാണിക്കാനേ എന്നോട് പറയരുത്. സിത്താര മേഡത്തിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. ഗാഥയുടെ ആഗ്രഹങ്ങളും നടക്കണം. ഗാഥയ്ക്ക് നവീന്റെ ജീവനാ. അല്ല കുട്ടി, അവർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റില്ല. അവൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാ. മുത്തശ്ശി പറയുന്നത് വിശ്വസിക്കേ. വേണ്ട മുത്തശ്ശി, ഗാഥയും നവീനും തമ്മിലുള്ള സ്നേഹം സത്യസന്ധ. നവീൻ ഒരു നല്ല നോട്ടം എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു നല്ല ചെടി സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി അല്പസ്നേഹം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാഥയ്ക്ക് അവകാശപ്പെട്ടതാ. ഞാൻ ഗാഥയാണെന്ന് കരുതി തന്നെയാ. അല്ലാതെ ഏതോ പുറമ്പോക്കിൽ കിടക്കുന്ന തങ്കത്തിന്റെ മോൾക്ക് കളരിക്കൽ തറവാട്ടിന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ യോഗ്യതയുണ്ടോ? മുത്തശ്ശി തിരിച്ചു പോണം. എന്നിട്ട് ഗാഥയോട് സംസാരിച്ച് അവര് തമ്മില് പൊരുത്തപ്പെടുന്ന അവസ്ഥയിലെത്തിക്കണം. സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോ ഗാഥയ്ക്ക് മാറാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. ഇല്ല മോളെ, നിന്നെ കണ്ട കണ്ണില് ഇനി വേറൊരാളെ കാണാൻ മുത്തശ്ശിക്ക് പറ്റില്ല. ഞാൻ തങ്കത്തിനോട് സംസാരിക്കാം. വേണ്ട മുത്തശ്ശി, അമ്മയ്ക്ക് സുഖമില്ലാത്തതാ. അമ്മയോട് ഇക്കാര്യങ്ങളൊന്നും പറയരുത്. ആഗ്രഹങ്ങൾ കൊടുക്കരുത്. മുത്തശ്ശിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുത്തശ്ശി തിരിച്ചു പോണം. തിരിച്ചു പോവും മുത്തശ്ശി. മോളെ, നീ അവനെ സ്നേഹിച്ചിട്ടില്ലെന്നോ നിനക്കവനെ ഇഷ്ടമല്ലെന്നോ എന്നോട് പറയണ്ട. ഒരു പെണ്ണിന്റെ മനസ്സ് മുത്തശ്ശിക്ക് നല്ലോണം അറിയാം. ഇപ്പം മുത്തശ്ശി തിരിച്ചു പോവുക. ഇപ്പൊ പോകുന്നു എന്നേ ഉള്ളൂ. മുത്തശ്ശിയുടെ മനസ്സ് നിന്റെ കൂടെ തന്നെയാ. മുത്തശ്ശി മോളോടൊരു കാര്യം ചോദിച്ചാല് സത്യം പറയുവോ? എന്താ മുത്തശ്ശി? കൃഷ്ണയും ഗാഥയും സിത്താരയുടെ മക്കളാണോ അതോ തങ്കത്തിന്റെ മക്കളാണോ? പറയും മോളെ. ഇതിലാരാ നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മ? എന്റെ അമ്മ തങ്കമാണ്. ഗാഥയുടെ അമ്മ സിത്താര മേഡം. അല്ലാതെ മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ശരി, അമ്മമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ അറിഞ്ഞ മറ്റൊരു സത്യം മോളോട് പറയാം. നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛൻ ഒരാളാണ്. അതേ മോളെ, നിങ്ങൾ തമ്മിലുള്ള ഈ രൂപസാദൃശ്യം വെറുതെ ഉണ്ടായതല്ല. ഒരേ അച്ഛനും ഒരേ അമ്മയ്ക്കും. അതാണ് കൃഷ്ണയും ഗാഥയും. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് മുത്തശ്ശി തിരിച്ചു പോവുകയല്ല.
മോള് നോക്കിക്കോ. ദൈവങ്ങൾക്ക് സത്യം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന് സത്യം ഉണ്ടെങ്കില് നവീന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടി തന്നെ കളരിക്കിലേക്ക് തിരിച്ചു വരും. നിനക്കത് സമ്മതിക്കേണ്ടി വരും. നിങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുത്തശ്ശിക്ക. മുത്തശ്ശി അത് ചെയ്യും. വരട്ടെ മോളെ. മോളെ, നീ കാറിലാണോ വന്നേ? അല്ല, കാറ് പോണ ശബ്ദം കേട്ടോണ്ട് ചോദിച്ചതാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? എന്റെ അച്ഛനാരാ? എന്റെ അച്ഛന്റെ പേരെന്താ അമ്മേ? ഇതെന്താ നീ ഇപ്പൊ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? അമ്മ എന്റെ പെറ്റമ്മ തന്നെയാണെന്ന് എനിക്കറിയാം. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അച്ഛനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരാ അത്? എന്താ പറയാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ വേറൊരു കാര്യം അറിഞ്ഞാൽ മതി എനിക്ക്. കാതയുടെ അച്ഛൻ തന്നെയാണോ എന്റെ അച്ഛൻ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചോദിപ്പിക്കുന്നത്? ഗോപാലനാണോ?